ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. I don't care attitude എനിക്കുണ്ട്. അയ്യോ സമ്മതിച്ചു സാറേ. Like I don't care what people think about me. അവരെന്നെ കുറിച്ച് പറയുന്നത് എന്താണ് അതിനെക്കുറിച്ച് ഞാൻ കെയർ ചെയ്യാറില്ല. അങ്ങനെയാണോ? ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. ഇപ്പൊ തന്നെ എന്നോട് ഒരു 5 പ്രാവശ്യം ചോദിച്ചു, എനിക്ക് വേറെ ഇരട്ട പേരുണ്ടോ, എനിക്ക് അതുണ്ടോ, എനിക്ക് ഇതുണ്ടോ, എനിക്ക് മറ്റതുണ്ടോ. സോ യു റിയലി ഡോണ്ട് കെയർ. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. ഒനിലിന്റെ ഇഷ്യൂ ഉണ്ടായതും അതുപോലെ അത് കഴിഞ്ഞ് ബിന്നി, അതൊന്നും ലക്ഷ്മിയെ ആക്ച്വലി ഡയറക്ട്ലി കേട്ടതോ കണ്ടതോ കാര്യമല്ലായിരുന്നു. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. വേറെ ആരോ പറഞ്ഞു കേട്ടു, ലക്ഷ്മി അങ്ങ് പ്രൂവ്ഡ്. ഓക്കെ, എന്നാ ഞാൻ പോയി ചോദിക്കാം. പറഞ്ഞ ആളവിടെ ഇല്ല സീനില്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഇതോടെ സാറിന്റെ അടുപ്പ് തെറിക്കുന്നു. ഡീലിന്റെ കാര്യത്തില് മസ്താനി പല ഇൻസ്റ്റൻസിലും പറയുന്ന കമന്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും അത് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ എന്തോ എങ്ങനെ അതൊരു ബാഡ് ടച്ച് ആയിരുന്നു എന്ന് ഞാൻ ആ കുട്ടി അതും വിട്ട് കളഞ്ഞാണെന്ന് വെച്ചിട്ടാണ് ഞാൻ അപ്പൊ തന്നെ പോയി ചോദിക്കണം എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്തത്. തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാൽ മതി, ഇവിടെ ചെലവാവില്ല. കൊച്ചു പോ എന്ത് ചെയ്തിട്ടൊരു മെന വന്നില്ലല്ലേ. പക്ഷെ ഇതിപ്പോ മസ്താനി പറഞ്ഞതാണെങ്കിലും ബിന്നി പറഞ്ഞതാണെങ്കിലും ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അല്ലേ. അത് ചോദിക്കാൻ അവർക്ക് അറിയില്ല. അവരൊരു സിംഗിൾ കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ ചോദിച്ചാ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അവർ കുറെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത പോലെ ഇതും ലെറ്റ് ഗോ ചെയ്തതാണോ? അവിടെ അവരെന്തുകൊണ്ട് വോയിസ് ഔട്ട് ചെയ്തിട്ടില്ല? അവർക്ക് താല്പര്യമില്ല. അങ്ങനെ എനിക്ക് പറ്റില്ല. നമ്മൾ സൊസൈറ്റി ലിവിങ്ങിന് പോയതല്ലല്ലോ. വീട്ടിൽ തന്നെ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ പോയ ആളാണ്. ഇത് കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. പക്ഷെ എനിക്ക് അവിടെ വോയിസ് ഔട്ട് ചെയ്യണമെന്ന് തോന്നിയാ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഇന്ന സമയത്ത് എന്താ ഉണ്ടായത്? 2 കേസിലും വിതൗട്ട് നോയിങ് ദ ബാക്ക് സ്റ്റോറി അവസാനം പറഞ്ഞതും ചോദിച്ചതും ചെയ്തതും ആൾക്കാരൊന്നും ബാക്കി. ഒരു നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ബഹുമാനിച്ചു വേണം നിൽക്കാന്, അറിയാവോ?